ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പം അത് ആരെങ്കിലും നിന്നൊക്കെ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് സ്റ്റോറി എങ്ങനെ ചില ആൾക്കാരിൽ നിന്നും മാത്രം ഹൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നുകിൽ മുകളിൽ ഇങ്ങനെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറി സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സെറ്റിംഗ്സ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഹൂ ക്യാൻ സീ യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷനിൽ ഫ്രണ്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഹൈഡ് സ്റ്റോറി ഫ്രം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഫുൾ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ആകെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒറ്റ കോൺടാക്റ്റ് മാത്രം കാണിക്കുന്നത്. ഇനി എനിക്ക് ഈ ഒരു കോൺടാക്റ്റിനെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹൈഡ് സ്റ്റോറി ഫ്രം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു പേര് കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേരെ വേണമെന്നുണ്ടെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ ആ ഒരു സെറ്റിങ്സ് സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം ബാക്കിയുള്ള ഫ്രണ്ട്സിന് മാത്രമായിരിക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് സ്റ്റോറി കാണാൻ പറ്റുക. എന്തായാലും സ്റ്റോറി ഷെയർ ചെയ്യാൻ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ഷെയർ ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ നിന്ന് ചില ആൾക്കാരെ ഹൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.